താങ്കളുടെ എഴുത്തുമായി ബന്ധപ്പെട്ടും അതായത് നിലമ്പൂരിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ വന്ന് വോട്ട് ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദമാണ്. അപ്പോൾ താങ്കൾ ചില പുസ്തകങ്ങളിലെ പരാമർശങ്ങൾ അതിൽ പ്ലേജറിസം ആരോപിക്കുന്നു. താങ്കൾ ഗോഡ്സെയായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസംഗം, അതിനെപ്പറ്റി ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഈ തിരക്കിൽ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഇത്തരം വിവാദങ്ങളെ ശ്രദ്ധിക്കുകയും അതിനൊക്കെ കഴിയുന്നത്ര രീതിയിൽ മറുപടി കൊടുക്കുകയും ചെയ്യുന്നൊരു ശൈലി സ്വരാജ് അനുവർത്തിച്ച് പോരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ്. അല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ സൂചിപ്പിച്ചെന്ന് മാത്രം. അതിനൊന്നും മറുപടി ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഞാൻ എഴുതിയ പുസ്തകമാണെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയൊന്നുമല്ല, എത്രയോ വർഷമായി എഴുതിയിട്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ 14 പതിപ്പോ ഇറങ്ങി. ഇപ്പോഴാണ് ആരോപണങ്ങൾ വരുന്നത്. അത് തെരഞ്ഞെടുപ്പുമായിട്ട് എന്ത് ബന്ധമെന്നുള്ളതാണ്. പിന്നെ പൊതുവേ തന്നെ മലിന മനസ്കരുടെ ചിന്തകൾക്കൊന്നും ഞാൻ മറുപടി പറയാറില്ല. ഞാനതിനൊന്നും ഗൗനിക്കാറ് തന്നെയില്ല. അത് പറഞ്ഞ കാര്യങ്ങളും എഴുതിയ കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് എൻ്റെ ബോധ്യങ്ങളാണ്. അതിൽ ഞാൻ അടിയുറച്ച് നിൽക്കുന്നു. ഇനിയിപ്പോൾ ഗോഡ്സെ ഗാന്ധിയെ കൊന്നില്ല എന്ന് പറഞ്ഞ് തീസിസ് വന്നാൽ നമ്മളതിന് പ്രതികരിക്കാൻ നിൽക്കണം. പോയി പണി നോക്കാൻ പറയാമെന്നല്ലാതെ അതിലൂടൊന്നും മറുപടി പറയേണ്ട കാര്യമേ ഇല്ല, ആവശ്യമേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളും. ഇതിനെയൊന്നും ഞാനങ്ങനെ ഗൗനിക്കുന്നതേ ഇല്ല. ഇത്തരത്തിലുള്ള എന്താ പറയുക, ഈ വികൃത മനസ്കരുടെ നമ്മളിപ്പോൾ നടന്നു പോകുന്നൊരു വഴിയിൽ എന്തെങ്കിലും മാലിന്യം കണ്ടാൽ എന്താ ചെയ്യുക? ആളുകൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ വഴി മാറി നടന്നു പോവുക ചെയ്യുക, അത്രയേ ഉള്ളൂ.